ഞാൻ ഒന്നല്ല രണ്ടല്ല അതിലധികം ഡ്രസ്സുകൾ ഞാൻ സ്റ്റുഡിയോയിൽ പോയി പർച്ചേസ് ചെയ്തതിന് ഫസ്റ്റ് വൺ ഈ ക്രോഷേ ടോപ്പാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ടീഷർട്ടിനൊപ്പമാണ് ഞാൻ ഇത് വെയർ ചെയ്യാം കേട്ടോ. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ ഒരു സ്വെറ്റ് ഷർട്ട് ഇത് ഞാൻ ഈ ഒരു പാൻറ് ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ആ ഒരു പാൻറ്റിൻ്റെ ഒപ്പമാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇട്ടത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റായി ഇത്. ആൻഡ് ഇതിൻ്റെ കളറും എനിക്ക് നല്ലപോലെ ചേരുന്നുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ ഹോളൊക്കെ വരുന്നുണ്ട് കേട്ടോ, സ്റ്റുഡിയോ എന്നാണ്. ആൻഡ് ഈ ഒരു ഷർട്ട് പറയാൻ അത്ര ഒന്നുമില്ല, കാരണം ഒരു കുർത്തി മോഡലാണ് വരുന്നത്. കോളർ പ്ലസ് വീനക്ക് പോലെ കുറച്ച് കഴുത്ത് തുറന്ന് കിടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കയ്യിലൊരു ബട്ടനൊക്കെ ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ ഇതിൽ പറയാൻ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കുറച്ച് നീളം കൂടുതൽ. അതിന് ഈ ഒരു പാൻറ്റ്, ഇതാണ് ഞാൻ പറഞ്ഞ പാൻറ്റ്. മക്കളെ സ്റ്റുഡിയോയിൽ പോകുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഇതൊന്ന് മേടിക്കുക. കാരണം കുറച്ച് തടി ഉള്ളവർക്കാണെങ്കിൽ ഇച്ചിരി ലൂസായിട്ട് കിടക്കുന്ന ഒരു പാൻറ്റാണ്. രണ്ട് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിലുമാണ് എലാസ്റ്റിക് വരുന്നത്. അതുകൊണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഒരുപാട് ബോറൊന്നും ആവില്ല. ഏത് ഡ്രസ്സിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്കിത് ഇടാം കേട്ടോ. ആൻഡ് ഈ ഒരു സാധനം ഇത് ഞാൻ എന്തിനാണ് മേടിച്ചെന്ന് തോന്നി. കാരണം ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ വാഷ് ചെയ്തപ്പോൾ ഇതിൻ്റെ കളർ ഫെയ്ഡായിപ്പോയി. ഞാനിത് ഒരുപാട് വാഷ് ചെയ്ത് നോക്കി, അതൊന്നും ശരിയാവുന്നില്ല. ആകെ കുളമായിപ്പോയി. പൈസ പോയി എന്നുള്ളത് മെച്ചം. എൻ്റെ പൈസ പോയി, മൊത്തത്തിൽ പോയി. ആൻഡ് നെക്സ്റ്റ് വൺ ഈ ഒരു ഹൈ വേസ്റ്റ് ജീൻസ്. ഈ ഒരു ഹൈ വേസ്റ്റ് ജീൻസ് ഞാൻ ഒരുപാട് പേരുടെ കണ്ടിട്ടുണ്ട് ഹൈ വേസ്റ്റ്. അപ്പം ഞാനത് കണ്ടിട്ട് എടുത്താണ്. പക്ഷേ ഞാൻ ഒരു സൈസ് കൂടുതൽ എടുത്തതുകൊണ്ട് എന്തായിപ്പോയി, ചെറുതായിട്ടൊന്ന് പാളി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസ് ഒന്ന് കൂടിപ്പോയി. അപ്പോൾ എനിക്ക് ഇത്തിരി ലൂസായി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങാം കേട്ടോ.